പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിന്റെ അതിരിൽ നിൽക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വെറുമൊരു വാക്ക് തർക്കങ്ങളോ സാമ്പത്തിക ഉപരോധങ്ങളോ മാത്രമായി ഇനി തുടരുന്നില്ല. മറിച്ച് ആഗോള എണ്ണ വ്യാപാരത്തെയും സമുദ്ര സുരക്ഷയും അന്താരാഷ്ട്ര നയതന്ത്രത്തെയും ഒരേ സമയം വിറപ്പിക്കുന്ന അതീവ അപകടകരമായിട്ടുള്ള ഒരു ശക്തി പ്രകടനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് അമേരിക്കയ്ക്ക് ഇറാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം ഇന്ന് ഇപ്പോൾ ഹോർമുസ് വരെ നിൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇറാൻ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിലിരട്ടി നാശനഷ്ടങ്ങളാണ് അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാന്റെ ഓരോ മിസൈലുകൾക്ക് മുന്നിലും പകച്ചു നിൽക്കുകയാണ്. അതായത് ഈ ഇറാന്റെ ആക്രമണങ്ങളിൽ ഇനി മുന്നോട്ട് പോകാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നത്രയും തന്നെ അമേരിക്ക താഴ്ന്നു പോയിരിക്കുന്നു. 2026 മെയ് 8 വ്യാഴാഴ്ച രാത്രിയോടെയാണ് സംഘർഷം പുതിയൊരു തലത്തിലേക്ക് വീണ്ടും എത്തിച്ചേർന്നത്. അതായത് ഇറാന്റെ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാഗ്ചി അമേരിക്കയ്ക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായിട്ട് രംഗത്തെത്തിയപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വീണ്ടും ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തി. 2026 മെയ് 9 ശനിയാഴ്ച പുലർച്ചെ പ്ലാറ്റ്ഫോം എക്സിൽ പ്രസിദ്ധീകരിച്ച തന്റെ ഒരു സന്ദേശത്തിലാണ് അരാഗ്ചി അമേരിക്കയെ രൂക്ഷമായിട്ട് വിമർശിച്ച് രംഗത്തെത്തിയത്. തന്ത്രപരമായിട്ടുള്ള പരിഹാരങ്ങൾ ചർച്ച ചെയ്യുമ്പോഴെല്ലാം അമേരിക്ക അശ്രദ്ധമായിട്ടുള്ള സൈനിക സാഹസികതയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. പക്ഷെ അദ്ദേഹം ആരോപിച്ചതിൽ തെറ്റില്ല. കാരണം നമുക്കറിയാം, ഓരോ തവണയും വെടിനിർത്തൽ ചർച്ച നടക്കുന്നതിനിടയിലും ഇറാനെ അല്ലെങ്കിൽ ഇറാന്റെ കപ്പലുകളെ പിടിച്ചെടുക്കുക, ഇറാനെ ഹോർമുസിൽ കൂടുതൽ ഉപരോധത്തിലാക്കുക, സമ്മർദ്ദത്തിലാക്കുക എന്ന നടപടികളായിരുന്നു അമേരിക്ക ചെയ്തത്. ഏതൊരു സമ്മർദ്ദതന്ത്രവും അമേരിക്ക ഒരു കുഴിയിലേക്ക് വലിച്ചിഴയ്ക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. അതിലും ശ്രദ്ധേയമായിരുന്നത് ഇറാന്റെ മിസൈൽ ശേഷിയെക്കുറിച്ചുള്ള അവകാശവാദമായിരുന്നു. പലതവണ ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയും ലോകവും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്, അതെടുപ്പിക്കരുത് എന്നുള്ളത്. എന്തായാലും 2024 ഫെബ്രുവരി 28 ഉണ്ടായിരുന്നതിനേക്കാൾ 120% ശക്തമായിട്ടുള്ള മിസൈൽ ശേഖരവും ലോഞ്ചർ സംവിധാനവും ഇപ്പോൾ ഇറാന്റെ കൈവശമുണ്ട് എന്നാണ് അരാഗ്ചി പ്രഖ്യാപിച്ചത്. അതായത് അമേരിക്കയോ ഇസ്രയേലോ പുതിയ സൈനിക നടപടികൾക്ക് തയ്യാറായി കഴിഞ്ഞാൽ അതിനെ നേരിടാൻ ഇറാൻ മുൻപത്തേതിനേക്കാൾ വലിയൊരു പ്രത്യാക്രമണ ശേഷിയോടെ സജ്ജമാണെന്ന സന്ദേശമാണ് നൽകുന്നത്. അതായത് ഇനിയുള്ള നീക്കങ്ങളിൽ ഇറാൻ വളരെ നിർണായകമായിരിക്കും. ഇനി ഇറാനെ സംബന്ധിച്ചിടത്തോളം 120% ആയുധങ്ങൾ ഇറാന്റെ പക്കൽ ഉണ്ട് എന്നാണ് ഇറാൻ വെളിപ്പെടുത്തുന്നത് 2024 അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇറാന്റെ വളർച്ച എന്നത്, അതായത് ആധുനികപരമായിട്ടും ഈ പറയുന്ന സൈബർ ഇടങ്ങളിലായാലും ഇറാന്റെ വളർച്ച എന്ന് പറയുന്നത് അത് അത്യുഗ്ര രീതിയിലാണ്. ഇന്ന് അമേരിക്കയെ മുൾമുനയിൽ നിർത്തുന്നതും ഇറാന്റെ ഈ ഒരു നീക്കങ്ങളാണ്. എന്തായാലും ഈ ഒരു പ്രസ്താവന അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ നേരിട്ട് വെല്ലുവിളിക്കുന്നതായിട്ട് ഇതിനെ കണക്കാക്കാം. ദി വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം സമീപകാല സംഘർഷങ്ങൾക്ക് ശേഷം ഇറാന്റെ മിസൈൽ ശേഖരത്തിന്റെ ഏകദേശം 70% മൊബൈൽ ലോഞ്ചറുകളുടെ 75% മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നായിരുന്നു അമേരിക്കയുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. എന്നാൽ അരാഗ്ചിയുടെ മറുപടി വളരെ വ്യക്തമായിരുന്നു. ഇറാൻ തന്റെ രാജ്യത്തെ പ്രതിരോധിക്കാൻ 1000% സന്നദ്ധതയിലാണ്. ഈ വാക്കുകൾ വെറും രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് അമേരിക്കൻ സൈനിക സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന ഇറാന്റെ പുതിയ തന്ത്രപരമായിട്ടുള്ള പ്രഖ്യാപനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് എല്ലാ കാര്യങ്ങൾക്കും ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾ സജ്ജമാണ്. കാരണം ഇതിനു മുമ്പ് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു 10 വർഷം നിങ്ങൾ യുദ്ധം ചെയ്തോളൂ, അവിടെ ഞങ്ങൾ ആ 10 വർഷത്തേന് യുദ്ധം ചെയ്യാനുള്ള രീതിയിൽ ഞങ്ങളുടെ പക്കലെല്ലാം സജ്ജമാണെന്ന് ഇതിനു മുമ്പും ഇറാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഇതിനിടെ പേർഷ്യൻ ഗൾഫിലെ സ്ഥിതിഗതികളും അതീവ സംഘർഷഭരിതമായിട്ട് തുടരുന്ന ഒരു സാഹചര്യമാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും ആഗോള ആശങ്കയുടെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇറാന്റെ വെല്ലുവിളികളും ഇറാന്റെ പക്കലുള്ള അത്യുഗ്രൻ ആയുധങ്ങളും അതിന്റെ ശേഷിയും ഒക്കെ അമേരിക്കയ്ക്ക് ഒരു താങ്ങുതടിയായിട്ട് മാറുമ്പോൾ ഹോർമുസ് വളരെ നിർണായകമാണ്. കാരണം ഹോർമുസിനെ ആശ്രയിച്ചാണ് ഗൾഫ് മേഖലകൾ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഉള്ളത്, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ. കാരണം ഈ ഒരു അടുത്ത് ഗ്യാസിന്റെ പ്രതിസന്ധി മൂലം പല ഹോട്ടലുകളും അടച്ചുപൂട്ടി ഒരു ഹർത്താൽ വരെ നടന്ന സംഭവം നമ്മൾ ഈ അടുത്ത് കണ്ടതാണ്. അപ്പോൾ അത്രയേറെ പ്രതിസന്ധിയാണ് ഹോർമുസിലെ ഓരോ നീക്കങ്ങൾ കൊണ്ടും ലോക രാജ്യങ്ങൾക്കുണ്ടാകുന്നത്. എന്തായാലും ലോക എണ്ണ കയറ്റുമതിയുടെ വലിയൊരു വിഹിതം ഈ ഒരു ഇടുങ്ങിയ സമുദ്ര മാർഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണം ശക്തമാക്കിയതോടെ അമേരിക്കയും ശക്തമായിട്ടുള്ള നാവിക സാന്നിധ്യമായിട്ട് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾ നിരീക്ഷിക്കുമെന്നും അനധികൃത കടന്നുകയറ്റങ്ങൾ തടയുമെന്നും ടെഹ്റാൻ വ്യക്തമാക്കിയപ്പോൾ അമേരിക്ക അതിനെ അന്താരാഷ്ട്ര
അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഭീഷണിയാണെന്ന നിലയിലാണ് അവതരിപ്പിച്ചത്. പക്ഷെ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അമേരിക്ക സ്വന്തമായിട്ട് അവരെ തന്നെ വിശേഷിപ്പിച്ചത് കടൽ കൊള്ളക്കാരെ പോലെ ഞങ്ങൾ പറന്നിറങ്ങി നിങ്ങളുടെ കപ്പലുകൾ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു വാക്കുകൾ പറയുന്നത്, അതായത് കടൽ കൊള്ളക്കാരെ എന്ന് പറയുന്നത് അവർ തന്നെ കുറ്റം സമ്മതിക്കുന്നതിന് ഏറ്റവും വലിയ ഒരു തെളിവാണ്. അപ്പോൾ അവർ തന്നെ ഈ കാര്യം പറയാൻ ഒരിക്കലും അനുയോജ്യപ്പെടുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ വിലയിരുത്തുന്നത്. എന്തായാലും 2026 മെയ് 9 ശനിയാഴ്ച രാവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനും ശ്രമിച്ച ഏകദേശം 70 എണ്ണ ടാങ്കറുകളെ US സൈന്യം തടഞ്ഞുവെന്നാണ് അവകാശവാദം. ഏകദേശം 166 ദശലക്ഷം ബാരൽ ഇറാനിയൻ എണ്ണ കയറ്റാൻ ശേഷിയുള്ള ഈ കപ്പലുകളുടെ ചരക്ക് മൂല്യം $13 ബില്യൺ എന്നാണ് അമേരിക്ക പറയുന്നത്. ഏപ്രിൽ 13 മുതൽ അമേരിക്കൻ നാവികസേന ഇറാന്റെ പ്രധാന തുറമുഖങ്ങൾക്ക് ചുറ്റും ശക്തമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാന്റെ എണ്ണ വരുമാനം തകർക്കുകയാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് ഈ വിശകലനക്കാർ വിലയിരുത്തുന്നത്. പക്ഷേ ഈ ഒരു ഉപരോധത്തിന്റെ ഒരു വ്യാപ്തി അതിശയിപ്പിക്കുന്നതാണ്. ഏകദേശം 15,000-ലധികം കപ്പലുകൾ, 2,000-ലധികം യുദ്ധവിമാനങ്ങൾ, 20,000-ലധികം യുദ്ധക്കപ്പലുകൾ എന്നിവയാണ് അമേരിക്ക ഈ ഒരു മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ സമുദ്ര സൈനിക വിന്യാസങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. എങ്കിലും ഇതെല്ലാം പാടെ മാറുന്നൊരു സാഹചര്യമാണ്. നമുക്കറിയാം, ഈ അടുത്ത് 2 യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വെച്ചിട്ട് കാണാതാകുന്ന ഒരു സംഭവം ഉൾപ്പെടെ അമേരിക്ക വല്ലാണ്ട് തളർത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പറയുന്നത് പോലെ തന്നെ ഹോർമുസിൽ ഈ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ മാറുന്നു. അതുപോലെ തന്നെ USS ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന കപ്പൽ പിൻവാങ്ങുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയാണ്. ഇത്രയും സന്നാഹങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധത്തിനോ അല്ലെങ്കിൽ ഒരു ഉപരോധത്തിനോ നേരിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ്. എന്തായാലും ഇറാന്റെ എണ്ണ കയറ്റുമതി തകർക്കാൻ കഴിയുമെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ദുർബലമാക്കാമെന്ന കണക്കുകൂട്ടലാണ് അമേരിക്കയുള്ളത്. എന്നാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടാൻ ഇറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഘാതം ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ നടുക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്ക ഇനി എന്തായിരിക്കും ചെയ്യുന്നത് എന്നാണ് ലോക രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ഇരു രാജ്യങ്ങളും പരസ്യമായിട്ട് പരസ്പരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിൽ നയതന്ത്ര ചർച്ചകളും പുരോഗമിക്കുകയാണ്. അതായത് ഈ മെയ് 10 ഞായറാഴ്ചയോടെ 30 ദിവസത്തെ ശത്രുത അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് വീണ്ടും പൂർണ്ണമായിട്ട് തുറക്കാനുമുള്ള ഒരു താൽക്കാലിക കരാറിൽ എത്താൻ ശ്രമങ്ങൾ നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇറാന്റെ നിർദ്ദേശത്തിനുടൻ മറുപടി ലഭിക്കുമെന്ന പ്രതീക്ഷ അമേരിക്കയ്ക്കുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഇപ്പോഴും അനിശ്ചിതത്വം നിറഞ്ഞതാണെന്നാണ് വിലയിരുത്തൽ. ചില സമയങ്ങളിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന സൂചന നൽകുമ്പോൾ മറ്റു ചില സന്ദർഭങ്ങളിൽ കടുത്ത അന്ത്യശാസനങ്ങളുമായിട്ട് അദ്ദേഹം രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്.